വെൽക്കം ടു ലാഷ് ക്ലാസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമിസ്റ്റർ ലിറ്റ്മോസ്ഫിയറിലെ ദി അഡ്വഞ്ചേഴ്സ് ഓഫ് റിട്ടയർഡ് കളർമാൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഷെർലക് ഹോംസിൻ്റെ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ്. നമ്മളിവിടെ ആ സ്റ്റോറിയുടെ ഒരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻ എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. ഷെർലക് ഹോംസ് ഈസ് ഹയർഡ് ബൈ ജോസിയ ആംബർലി. ഷെർലക് ഹോംസ് വളരെ ഫേമസ് ആയിട്ടുള്ള പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. അദ്ദേഹത്തെ ജോസിയ ആംബർലി എന്ന പേരിലുള്ള ഒരാളൊരു കേസ് ഏൽപ്പിക്കുകയാണ്. എ റിട്ടയർഡ് ആർട്ട് സപ്ലൈ ഡീലർ ആൻഡ് പെയിൻറ് മാനുഫാക്ചറർ ഫ്രം ലെവിഷാം. അയാളൊരു റിട്ടയർഡ് ആർട്ട് സപ്ലൈ ഡീലറാണ്. ഈ ആർട്ട് വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഒരു പെയിൻറ് മാനുഫാക്ചറിങ് കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ കൂടിയാണ് അദ്ദേഹം. ഈ പെയിൻറ് കമ്പനിയുടെ ആളായതുകൊണ്ടാണ് അദ്ദേഹത്തെ കളർ മാൻ എന്ന് വിളിക്കുന്നത്. ടു ലുക്ക് ഇൻ ടു ഹിസ് വൈഫ്സ് ഡിസപ്പിയറൻസ്. ആളുടെ കേസ് എന്ന് പറയുന്നത് അയാളുടെ വൈഫിനെ കാണാതായിരിക്കുന്നു. ഷീ ഹാസ് ലെഫ്റ്റ് വിത്ത് എ നെയ്ബർ, ഡോക്ടർ റേ ഏണസ്റ്റ്. ഈ വൈഫിനെ കാണാതായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇയാളുടെ നെയ്ബറായിട്ടുള്ള ഒരു ഡോക്ടർ റേ ഏണസ്റ്റ് എന്ന പേരുള്ള ആളുടെ കൂടെ വൈഫ് ഓടിപ്പോയിരിക്കാനാണ് പറയുന്നത്. ടേക്കിംഗ് എ സൈസബിൾ ക്വാണ്ടിറ്റി ഓഫ് ക്യാഷ് ആൻഡ് സെക്യൂരിറ്റീസ്. പോകുന്ന കൂട്ടത്തിൽ ഇയാളുടെ സേഫിൽ നിന്ന് അവർ ക്യാഷ് എടുത്തിട്ടുണ്ട്, അതുപോലെ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അതുപോലെ ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബോണ്ട്സ് ആണ്. അങ്ങനെ ഇയാളുടെ പൈസ എടുത്തുകൊണ്ട് അവർ പോയി എന്നാണ് പറയുന്നത്. Amberley wants to track down, though it is unclear if he is more concerned about his wife or the money. അപ്പോൾ ഈ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഓടിപ്പോയിട്ടുള്ള വൈഫിനെ കണ്ടുപിടിക്കണം. ഇനി വൈഫിനെ കണ്ടുപിടിക്കുന്നതിലാണോ അതോ അവർ കൊണ്ടുപോയിട്ടുള്ള പണം കണ്ടുപിടിക്കുന്നതിലാണോ അയാൾക്ക് കൂടുതൽ താല്പര്യം എന്നുള്ള കാര്യം പറയാൻ പറ്റാത്ത രീതിയിലാണ് ആളുടെ പെരുമാറ്റം. ഹോംസ് ഈസ് ടു ബിസി വിത്ത് അനദർ കേസ് അറ്റ് ദ മൊമെൻറ്റ്. ഈ സമയത്ത് ഹോംസ് വേറൊരു കേസുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ് ഉണ്ടാവുന്നത്. സോ ഹീ സെൻസ് ഡോക്ടർ വാട്സൺ ടു ലെവിഷാം ടു ഒബ്സർവ് വാട്ട് ഹീ ക്യാൻ. അപ്പോൾ ഹോംസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സഹായിയുമായിട്ട് ഡോക്ടർ വാട്സനെ ലെവിഷാമിലേക്ക്, ഈ ആംബർലിയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്, അവിടെ പോയിട്ടൊന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. Although Watson is keenly aware that this is more Holmes' province, he does his best. അപ്പോൾ വാട്സൺ പറയുന്നുണ്ട്, ഞാൻ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ശരിയാവോ, ഹോംസ് അല്ലേ നിരീക്ഷണത്തിൽ പ്രഗത്ഭൻ എന്നൊക്കെ. എന്നാലും അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് പോലെ അദ്ദേഹം ഒരു നിരീക്ഷണമൊക്കെ നടത്തുന്നു. ഒബ്സർവിങ് ദാറ്റ് ആംബർലി ഈസ് ബിസി പെയിൻറ്റിങ് ഹിസ് ഹൗസ് വിച്ച് സീംസ് എ ബിറ്റ് ഓഡ്. അപ്പോൾ വാട്സൺ അവിടെ പോകുമ്പോൾ കാണുന്നത് ഈ ആംബർലി അദ്ദേഹത്തിൻ്റെ വീട് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു. സ്വാഭാവികമാണ്, കാരണം വൈഫ് മിസ്സായിട്ടിരിക്കുന്ന ഒരാൾ ഇങ്ങനെ വീടൊക്കെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള ബിഹേവിയറാണ്. ഹി ഈവൻ സീസ് ആംബർലീസ് വൈഫ്സ് അൺയൂസ്ഡ് തിയേറ്റർ ടിക്കറ്റ്. ഇനി ഒരു ടിക്കറ്റ് കാണിക്കുന്നുണ്ട്, ഇയാളുടെ വൈഫിൻ്റെ ഒരു തിയേറ്ററിലേക്ക് എടുത്തിട്ടുള്ള ടിക്കറ്റാണ്, അങ്ങോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. She and her young man disappeared while Amberley went to the theatre alone after his wife complained of a headache. അപ്പോൾ ഇയാൾ പറയുന്നത്, എനിക്കും വൈഫിനും വേണ്ടി ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, വൈഫ് തലവേദനയാണെന്ന് പറഞ്ഞ് വന്നില്ല, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി, അത് ഞാൻ പോയ സമയത്താണ് അവർ ഒളിച്ചോടിയെന്നാണ് ഇയാൾ പറയുന്നത്. വാട്സൺ നോട്ട്സ് സീറ്റ് നമ്പർ. വാട്സൺ അപ്പോൾ ആ ടിക്കറ്റിൻ്റെ സീറ്റ് നമ്പറൊക്കെ നോട്ട് ചെയ്യുന്നു. വാട്സൺ ഓൾസോ സീസ് ആംബർലീസ് സ്ട്രോങ് റൂം ഫ്രം വിച്ച് ഹിസ് വൈഫ് ഹാഡ് ടേക്കൺ ദ വാല്യൂബിൾസ്. പിന്നെ അവിടെയുള്ള സ്ട്രോങ് റൂം, നമ്മൾ സേഫ് എന്നൊക്കെ പറയുന്ന പോലെ പണമൊക്കെ എടുത്തു വയ്ക്കുന്ന ഒരു മുറിയാണ്, അത് വാട്സൺ കാണുന്നുണ്ട്. ഷീ അപ്പാരൻ്റ്ലി ഹാഡ് എ കീ ഓഫ് എ റൗണ്ട്. അവിടെ ഈ അതിക്രമിച്ച് കടന്നതിന് ലക്ഷണങ്ങളൊന്നുമില്ല, കാരണം വൈഫിന് സ്വന്തമായിട്ടൊരു കീ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹി മീറ്റ്സ് എ ലോഞ്ചർ വിത്ത് എ റാദർ മിലിറ്ററി അപ്പിയറൻസ് ഇൻ ദ സ്ട്രീറ്റ്. പിന്നെ സ്ട്രീറ്റിലൊരു ലോഞ്ചറിൽ, അതായത് ഈ പബ്ലിക് പ്ലേസിലുള്ളൊരു ബെഞ്ചൊക്കെ പോലെയുള്ളൊരു സ്ഥലത്തിരിക്കുന്ന ഒരു മിലിറ്ററി അപ്പിയറൻസ് ഉള്ള ഒരാളെ കാണുന്നുണ്ട്. ഹോംസ് റെക്കഗ്നൈസസ് ദ ഡിസ്ക്രിപ്ഷൻ. ഇറ്റ് ഈസ് ഹിസ് റൈവൽ ഇൻ ഡിറ്റക്ഷൻ, ബാർക്കർ. അപ്പോൾ ഇയാളെ കുറിച്ചിട്ട് ഹോംസിനോട് പറയുമ്പോൾ ഹോംസിന് മനസ്സിലാവുന്നു അത് ബാർക്കറാണ്, മറ്റൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. ഡോക്ടർ ഏണസ്റ്റ് ഫാമിലി ഹാസ് ഹയേർഡ് ഹിം ടു ഫൈൻഡ് ദ മിസ്സിംഗ് ഡോക്ടർ. അപ്പോൾ ഈ ആംബർലി ഷെർലക് ഹോംസിനെ കേസ് ഏൽപ്പിച്ചതുപോലെ ഈ ഡോക്ടർ ഏണസ്റ്റിൻ്റെ കുടുംബം ഡോക്ടറെ കാണാതായ കേസ് ഏൽപ്പിച്ചിട്ടുള്ളത് ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെയാണ്. എ നമ്പർ ഓഫ് അതർ തിങ്സ് അബൌട്ട് ആംബർലി ആർ ഓബിയസ്. ഇനി ആംബർലിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹീ ഈസ് എ മൈസർ, ആളൊരു പിശുക്കനാണ്. ആൻഡ് ആസ് സച്ച് ഈസ് ക്വയറ്റ് ജെലസ് മാൻ. കൂടാതെ ആളൊരു ജെലസ്,
വളരെ അസൂയാലുമായിട്ടുള്ള ഒരാൾ കൂടിയാണ്. കാരണം ആളുടെ വൈഫിന് അയാളെക്കാളും 20 വയസ്സ് പ്രായം കുറവാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു അസൂയൊക്കെ അയാൾക്കുണ്ട്. ഹീസ് ആൻ അവിഡ് ചെസ് പ്ലെയർ. കൂടാതെ ആൾ നല്ലൊരു ചെസ് കളിക്കാരനാണ്. ഇൻഡീഡ് സോ ഈസ് ഏണസ്റ്റ്. ഈ കാണാതായിട്ടുള്ള ഡോക്ടർ ഏണസ്റ്റും ഒരു ചെസ് കളിക്കാരനാണ്. വിച്ച് ഈസ് ഹൗ ദേ ബിക്കെയിം അക്വൈൻറ്റഡ്. അങ്ങനെയാണ് ഇവർ തമ്മിലൊരു സൗഹൃദം ഉണ്ടാവുന്നത്. സജസ്റ്റിംഗ് ടു ഹോംസ് ദാറ്റ് ഹീ ഓൾസോ ഹാസ് എ സ്കീമിംഗ് മൈൻഡ്. അപ്പോൾ ഈ ചെസ് കളിക്കാരനാണ് എന്നുള്ളത് കേൾക്കുമ്പോഴാണ് ഹോംസ് മനസ്സിലാവുന്നത് ഇങ്ങനെ സ്കീമിംഗ് മൈൻഡ്, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവുള്ള ഒരാളായിരിക്കും ഇയാളെന്ന് ഹോംസ് ചിന്തിക്കുന്നത്. ഹോംസ് സസ്പെക്ട്സ് സംതിങ് ആൻഡ് സോ സെൻസ് വാട്സൺ ആൻഡ് ആംബർലി ഓൺ എ ഫൂൾസ് എറൻഡ് ടു ദ റിമോട്ട് വില്ലേജ് ഓഫ് ലിറ്റിൽ പെർലിംഗ്ടൺ നിയർ ഫ്രിൻടൺ ഇൻ എസെക്സ്. ഇനി ഹോംസിന് ഇവിടെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നിയിട്ട് ഈ ആംബർലിനെയും വാട്സനെയും കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഹോംസ് ചെയ്യുന്നത് ഒരു ടെലഗ്രാം ഈ ആംബർലിക്ക് അയക്കുകയാണ്. ഈ ദൂരെയുള്ള സ്ഥലത്തുള്ളൊരു പ്രീസ്റ്റിൻ്റെ, ഒരു പുരോഹിതൻ്റെ പേരിൽ അവിടെ ഇയാളുടെ വൈഫിനെ കുറിച്ചിട്ടുള്ള വിവരമുണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആംബർലി ആദ്യം പോകാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ഹോംസ് പറയുന്നുണ്ട് ഇങ്ങനൊരു വിവരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സംശയിക്കുന്നു പറയുമ്പോൾ ആംബർലി പോകാൻ തയ്യാറാവുന്നു. അങ്ങനെ വാട്സണും ഇയാളും കൂടിയിട്ട് ആ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ജസ്റ്റ് ടു കീപ് ആംബർലി ഔട്ട് ഓഫ് ദി വേ വൈൽ ഹോംസ് ബ്രേക്സ് ഇൻ ടു ഹൗസ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ട് ഇയാളെ പറഞ്ഞയക്കുന്നത് ഹോംസിന് ഒരു തടസ്സമില്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ അന്വേഷിക്കാൻ വേണ്ടിയും ആ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഹീ ഈസ് കോട്ട് ബൈ ബാർക്കർ ബട്ട് ദേ ഡിസൈഡ് ടു വർക്ക് ടുഗദർ. അപ്പോൾ ഈ സമയത്ത് ഈ ഡോക്ടറുടെ ഫാമിലി ഏൽപ്പിച്ചിട്ടുള്ള പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ബാർക്കർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോംസ് വീട്ടിൽ അതിക്രമിച്ച് കിടക്കുന്ന അയാൾ കാണും. അങ്ങനെ പിന്നീട് അവിടുന്ന് അവർ രണ്ടുപേരും കൂടിയിട്ടാണ് ആ കേസ് വർക്ക് ചെയ്യുന്നത്. ദേ റീച്ച് എ കൺക്ലൂഷൻ. അങ്ങനെ അവരവിടെ പരിശോധന നടത്തിയിട്ട് ഒരു നിഗമനത്തിലെത്തുന്നു. ആൻഡ് ലേറ്റർ ഹോംസ് കൺഫ്രണ്ട്സ് ആംബർലി വിത്ത് ഡ്രാമാറ്റിക് ക്വസ്റ്റ്യൻ വാട്ട് ഡിഡ് യു ഡു വിത്ത് ദ ബോഡീസ്. അങ്ങനെ ആംബർലിയും വാട്സണും കൂടിയിട്ട് ആ ഒരു പുരോഹിതൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഇയാളുടെ വീട്ടിൽ ഹോംസും ഉണ്ട്, അതുപോലെ തന്നെ ഈ ബാർക്കറും ഉണ്ട്. ഇയാളോട് ഹോംസ് ചോദിക്കുന്നത് വാട്ട് ഡിഡ് യു ഡു വിത്ത് ദ ബോഡീസ്, ഈ ഡെഡ് ബോഡീസ് നിങ്ങൾ എന്താണ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഹോംസ് മാൻ ഹാൻഡിൽസ് ആംബർലി ജസ്റ്റ് ഇൻ ടൈം ടു സ്റ്റോപ്പ് ഹിം ടേക്കിംഗ് എ പോയിസൺ പില്ല്. ആംബർലി ഈസ് ഓബിയസ്ലി ഗിൽറ്റി. അപ്പോൾ ഈ ചോദ്യം കേൾക്കുന്ന സമയത്ത് ആംബർലി സൂയിസൈഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരു പോയിസൺ പില്ല്, ഒരു വിഷഗുളിക കഴിച്ചുകൊണ്ട് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ഹോംസ് അയാളെ തടഞ്ഞ് ബലം പ്രയോഗിച്ചിട്ട് അയാളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് തന്നെ അയാൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൽ നിന്ന് അയാൾ കുറ്റക്കാരനാണെന്നുള്ള കാര്യം അവിടെ മനസ്സിലാക്കപ്പെടുകയാണ്. ഹോംസ് എക്സ്പ്ലെയിൻസ് ഹൗ ഹി റീച്ച് ദിസ് കൺക്ലൂഷൻ. ഇനി ഈ പോലീസിനെയൊക്കെ കൂട്ടി വരുന്ന സമയത്ത് ഹോംസ് പറയുന്നുണ്ട് എങ്ങനെയാണ് അയാൾ ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയെന്നുള്ളത്. ആംബർലീസ് അലിബായ് ഫെൽ അപ്പാർട്ട് വെൻ ഹോംസ് ഡിസ്കവേർഡ് ദാറ്റ് ഹിസ് സീറ്റ് അറ്റ് ദ ഹൈപ്പർ മാർക്കറ്റ് തിയേറ്റർ ഹാഡ് നോട്ട് ബീൻ ഒക്യുപ്പൈഡ് ഓൺ ദ നൈറ്റ് ഇൻ ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ ഹോംസ് കണ്ടെത്തുന്നത് ഇയാൾ അന്ന് രാത്രി ഈ തിയേറ്ററിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കള്ളമായിരുന്നു. കാരണം അയാളുടെ ടിക്കറ്റ് നമ്പറിൽ അവിടെ ആരും വന്നിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം ഈ തിയേറ്ററിൽ അന്വേഷിച്ചിട്ട് മനസ്സിലാക്കി. ഇറ്റ്സ് നമ്പർ ഡെഡ്യൂസ്ഡ് ഫ്രം ദ ടിക്കറ്റ് ദാറ്റ് വാട്സൺ ഹാഡ് സീൻ. ഇയാളുടെ ടിക്കറ്റിൻ്റെ നമ്പർ എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് വൈഫിൻ്റെ ടിക്കറ്റ് നമ്പർ വെച്ചിട്ടാണ്. കാരണം വൈഫിൻ്റെ ടിക്കറ്റ് നമ്പറിൻ്റെ തൊട്ടടുത്ത നമ്പർ ആയിരിക്കുമല്ലോ ഇയാളുടെ നമ്പർ ഉണ്ടായിരിക്കാം. അപ്പോൾ വൈഫിൻ്റെ ടിക്കറ്റ് നമ്പർ 31 ഉണ്ടായിരുന്നത്. 32ാമത്തെയും 30ാമത്തെയും സീറ്റിൽ അവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഓൾസോ ദ പെയിൻറ്റിങ് വാസ് എ ക്ലൂ. കൂടാതെ അവിടെ അദ്ദേഹം പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും ഒരു ക്ലൂ ആയിരുന്നു. ഹോംസ് റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ബീയിങ് ഡൺ ടു മാസ്ക് എ സ്മെല്ല്. ഇങ്ങനെ വൈഫിനെ കാണാതായി വിഷമത്തിലുള്ള ഒരാൾ ഇങ്ങനെ പെട്ടെന്ന് അർജൻറ്റായിട്ട് വീട് പെയിൻറ് ചെയ്യുന്നതിൻ്റെ കാരണം അവിടെ ഒരു സ്മെല്ലുള്ളത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഈ സ്മെല്ലുള്ള പെയിൻ്റൊക്കെ അവിടെ അടിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഹി സൂൺ ഡിസ്കവേർഡ് വാട്ട് ദാറ്റ് വാസ്. ഗ്യാസ്. എന്ത് സ്മെല്ലാണ് അവിടെ മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ള കാര്യം ഹോംസ് കണ്ടെത്തുന്നു. ഗ്യാസിൻ്റെ മണമാണ് അവിടെ മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഹി ഫൗണ്ട് എ ഗ്യാസ് പൈപ്പ് ലീഡിങ് ഇൻ ടു ദ സ്ട്രോങ് റൂം വിത്ത് എ ടാപ്പ് ഔട്ട്സൈഡ്. പുറത്തൊരു ടാപ്പ് ഘടിപ്പിച്ചിട്ടുള്ളൊരു പൈപ്പ് ഈ സ്ട്രോങ് റൂമിലേക്ക് പോകുന്നത് ഹോംസ് കണ്ടെത്തുകയാണ്. അതൊരു ഗ്യാസിൻ്റെ പൈപ്പാണ് ഉണ്ടായിരുന്നത്. ആംബർലി ഹാഡ് ലൂർഡ് ഹിസ് വൈഫ് ആൻഡ് ഹെർ ലവർ
ഫോർ സോ ഹി ഹാഡ് ബിലീവ്ഡ് ഡോക്ടർ ഏണസ്റ്റ് ബി. അപ്പോൾ ആംബർലി ഇദ്ദേഹത്തിൻ്റെ വൈഫിനെയും ഈ ലവർ എന്ന് പറയുന്ന ഈ ആംബർലി അവളുടെ ലവർ എന്ന് പറയുന്ന ഈ ഡോക്ടർ ഏണസ്റ്റിനെയും ആ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഇൻ ദ സ്ട്രോങ് റൂം ലോക്ക്ഡ് ദം ഇൻ, അവരെ അവിടെ അകത്ത് പൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ടേൺ ദ ഗ്യാസ് ഓൺ, എന്നിട്ട് ആ മുറിക്കകത്ത് ഗ്യാസ് നിറയ്ക്കുന്നു. കില്ലിങ് ദം ഔട്ട് ഓഫ് ജെലസി, അങ്ങനെ അസൂയ കൊണ്ട് അവരെ കൊലപ്പെടുത്തുകയാണ് ഈ ആംബർലി ചെയ്തിട്ടുള്ളത്. ഹി ഹാഡ് സിംപ്ലി ഹിഡൻ ദ സ്റ്റോളൻ വാല്യുബിൾസ് സംവർ. ഇനി കൊണ്ടുപോയി എന്ന് പറയുന്ന പണമൊക്കെ ആളെവിടെയോ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഇൻ ഇൻഡെലിബിൾ പെൻസിൽ വൺ ഓഫ് ദ വിക്ടിംസ് റൂട്ട് വി വി. ഇനി ഒരു പെൻസിൽ കൊണ്ട് അവിടെ ഒരു മേശയുടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വി വി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാൾ. പെർഹാപ്സ് മീനിങ് ടു റൈറ്റ് വി വേർ മർഡേഡ്. അത് വി വേർ മർഡേഡ് എന്നാണ് അവർ എഴുതാൻ ശ്രമിച്ചിരുന്നത്. അത് മുഴുവനാക്കുന്നതിന് മുമ്പ് അവർ കൊല്ലപ്പെടുകയുണ്ടായെന്നാണ് ഹോംസ് പറയുന്നത്. ദ ബോഡീസ് ആർ ഫൗണ്ട് ഇൻ എ ഡിസ്യൂസ്ഡ് വെൽ ഇൻ ദ ഗാർഡൻ. ഇനി ആ ഗാർഡനകത്ത് ഉള്ള ഒരു ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറിനകത്തു നിന്നാണ് ഈ ഡെഡ് ബോഡീസ് കണ്ടെത്തുന്നത്. ഹിഡൻ അണ്ടർ എ ഡോഗ് കെന്നിൽ, ഒരു നായക്കൂട് കൊണ്ട് മറച്ചിട്ടാണ് അതവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് വേർ ഹോംസ് സജസ്റ്റഡ് ദാറ്റ് ദ പോലീസ് ലുക്ക്. അപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന കിണറൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡെഡ് ബോഡി കിട്ടുന്നതാണ് ഹോംസ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആംബർലി അപ്പാരൻ്റ്ലി ഹയർഡ് ഹോംസ് ഔട്ട് ഓഫ് പ്യൂർ സ്വാങ്ക്, ബിലീവിങ് ദാറ്റ് നോ വൺ വുഡ് എവർ ഫൈൻഡ് ഹിം ഔട്ട്. അപ്പോൾ ആംബർലി ഷെർലക് ഹോംസിനെ ഹയർ ചെയ്യുന്നത്, ഈ കേസ് ഏൽപ്പിക്കുന്നത് അയാളുടെ സൂത്രമായിരുന്നു. കാരണം ഈ പോലീസിൽ റിപ്പോർട്ട് ചെയ്തത് കൂടാതെ സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെയൊക്കെ കേസ് ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ആരും സംശയിക്കില്ല എന്ന് കരുതിയിട്ടാണ് ആളങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലെ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വാസ് മിസ്റ്റർ ആംബർലി പെയിൻറ്റിങ്? എന്താണ് ഈ മിസ്റ്റർ ആംബർലി പെയിൻറ് ചെയ്തുകൊണ്ടിരുന്നത്? ഹി വാസ് പെയിൻറ്റിങ് ഹിസ് ഹൗസ്. ആളുടെ വീടാണ് പെയിൻറ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെയുള്ള ഗ്യാസിൻ്റെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളിങ്ങനെ പെയിൻറ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. ഹൗ ഡിഡ് മിസ്റ്റർ ആംബർലി റെസ്പോണ്ട് വെൻ വാട്സൺ ആസ്ക്ഡ് ഹിം അബൌട്ട് ദ പെയിൻറ്റിങ്? അപ്പോൾ വാട്സൺ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വൈഫിന് മിസ്സായിട്ടിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ എന്താണ് ഉള്ള സമയത്ത് എന്താണ് ആളുടെ മറുപടി? ഹി സെഡ് ദാറ്റ് വൺ മസ്റ്റ് ഡു സംതിങ് ടു ഈസ് ദി ഏക്കിംഗ് ഹാർട്ട്. ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വിഷമം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് അതിൻ്റെ ന്യായീകരണമായിട്ട് അയാൾ പറയുന്നത്. വാട്ട് വാസ് റിട്ടൺ ഇൻ ദ സ്ക്രിബിൾഡ് നോട്ട് അഡ്രസ്സിങ് വാട്സൺ? അപ്പോൾ ഈ കേസ് ഏൽപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലെ വാട്സൺ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഹോംസിനെ കാണാനില്ല. ഒരു നോട്ടാണ് പകരം കാണുന്നത്. എന്താണ് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്? The note said Holmes had to establish 1 or 2 contacts regarding the case and that he would be back by 3. ആ നോട്ടിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് 1-2 പേരെ കോൺടാക്ട് ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് 3 മണിയാകുമ്പോഴേക്കും മടങ്ങി വരും എന്നാണ്. ഹൗ ഡിഡ് ആംബർലി ഡിസ്ട്രാക്ട് ദി ഇൻവെസ്റ്റിഗേഷൻ? ഇനി ഈ ആംബർലി എങ്ങനെയാണ് ഈ കേസ് വഴി തിരിച്ചുവിടാൻ വേണ്ടി നോക്കിയത്? ഹി പെയിൻറ്റഡ് ദ ഹൗസ് ടു കൺസീൽ എവിഡൻസ്. ഒന്ന്, അയാൾ ഈ വീട് പെയിൻറ് ചെയ്തുകൊണ്ട് ആ ഗ്യാസിൻ്റെ സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടി നോക്കി. പിന്നെ നമുക്ക് എഴുതാവുന്ന മറ്റൊരു കാര്യം, ആ പണം ഒളിപ്പിച്ച് വെച്ചിട്ട് അവർ പണം കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുകൂടിയാണ് ഈ കേസിനെ വഴിതെറ്റിക്കാൻ വേണ്ടി അയാൾ ശ്രമിച്ചിട്ടുള്ളത്. വാട്ട് വാസ് ഹോംസ് ഫസ്റ്റ് ക്ലൂ ഡ്യൂറിങ് ദി ഇൻവെസ്റ്റിഗേഷൻ? ഇനി ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഹോംസിന് കിട്ടുന്ന ആദ്യത്തെ ക്ലൂ എന്താണ്? ദ ഫസ്റ്റ് ക്ലൂ വാസ് എ സ്ട്രോങ് സ്മെൽ ഓഫ് ദ പെയിൻറ്. അവിടെ പെയിൻറ്റിൻ്റെ വളരെ രൂക്ഷമായിട്ടുള്ള ഗന്ധമാണ് ആ വീട്ടിനകത്തുണ്ടായിരുന്നത്. അതാണ് ആൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ ക്ലൂ. ഹോംസ് റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ടു കൺസീൽ ദ സ്മെൽ ഓഫ് ഗ്യാസ്. ഹോംസിന് മനസ്സിലാവുന്നു അത് മറ്റെന്തോ ഒരു സ്മെല്ല് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രൂക്ഷ ഗന്ധമുള്ള പെയിൻ്റൊക്കെ അവിടെ അടിച്ചിരിക്കുന്നുള്ളത്. അത് ഗ്യാസിൻ്റെ സ്മെല്ലാന്നുള്ളത് അദ്ദേഹം പിന്നീട് കണ്ടെത്തുന്നു. ഹൗ ഡിഡ് ഹോംസ് റീച്ച് ദ കൺക്ലൂഷൻ ദാറ്റ് ആംബർലി ഹാഡ് നോട്ട് ബീൻ ടു ദ തിയേറ്റർ? ഇനി ആംബർലി ഈ സംഭവം നടക്കുന്ന രാത്രി തിയേറ്ററിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം എങ്ങനെയാണ് ഹോംസ് മനസ്സിലാക്കുന്നത്? ഹി എക്സാമിൻഡ് ദ ബോക്സ് ഓഫീസ് ചാർട്ട് ഓഫ് ദ തിയേറ്റർ ആൻഡ് ഫൗണ്ട് ദ സപ്പോസ്ഡ് സീറ്റ്സ് വെർ എംപ്റ്റി. അദ്ദേഹം ആ തിയേറ്ററിലെ ഈ ബോക്സ് ഓഫീസ് ചാർട്ട് പോയി പരിശോധിച്ചിട്ട് ഈ പറയപ്പെടുന്ന നമ്പറിലുള്ള ടിക്കറ്റിൽ അവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഹൂ ഈസ് ദ ടോൾ ഡാർക്ക് മാൻ ഹൂ ഹെൽപ്ഡ് ഹോംസ്? ഇനി ഹോംസിനെ സഹായിച്ച ഉയരമുള്ള ആ ഡാർക്കായിട്ടുള്ള മനുഷ്യൻ ആരായിരുന്നു? ഹി വാസ് മിസ്റ്റർ ബാർക്കർ, അനദർ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. ഹി വാസ് ഹയേർഡ് ബൈ ദ ഡോക്ടേഴ്സ് ഫാമിലി. അത് മിസ്റ്റർ ബാർക്കർ ആയിരുന്നു.
അയാൾ മറ്റൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. ഈ കാണാതായിട്ടുള്ള ഈ ഡോക്ടർ ഏണസ്റ്റിൻ്റെ കുടുംബത്തിലെ ആളുകളാണ് ഇയാളെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വാട്ട് ഡിഡ് വാട്സൺ തിങ്ക് ഓഫ് ലൂസിയ ആംബർലി? ഇനി ഈ ആംബർലിനെ തുടക്കത്തിൽ കാണുന്ന സമയത്ത് എന്താണ് വാട്സൺ അയാളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്സൺ തോട്ട് ഓഫ് ആംബർലി ആസ് എ പത്തറ്റിക് ഫ്യൂച്ചൈൽ ബ്രോക്കൺ ക്രിയേച്ചർ. ഒരു വളരെ പാവപ്പെട്ട പരിതാപപ്പെട്ടിട്ടുള്ള തകർന്നു പോയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ് വാട്സൺ ഇയാളെ കാണുമ്പോൾ വിചാരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ കണ്ടെക്സ്റ്റ് വിച്ച് മേക്സ് ആംബർലി സേ വൺ മസ്റ്റ് ഡു സംതിങ് ടു ഈസ് ആൻ ഏക്കിംഗ് ഹാർട്ട്. ഇങ്ങനെ ഹൃദയം വേദനിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടണമെന്ന് ആംബർലി പറയുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഇറ്റ് വാസ് ആംബർലീസ് എക്സ്പ്ലനേഷൻ ഫോർ പെയിൻറ്റിങ് ദ ഹൗസ് അറ്റ് ദ ടൈം ഓഫ് ഹിസ് വൈഫ്സ് ഡിസപ്പിയറൻസ്. ആളുടെ വൈഫിനെ കാണാതായിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വീടൊക്കെ ഇരുന്ന് പെയിൻറ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ന്യായീകരണമായിട്ടാണ് ഇങ്ങനെ വേദനിച്ചിരിക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു ഡിസ്ട്രാക്ഷനായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണമെന്നുള്ള ന്യായീകരണം ആൾ പറയുന്നത്. ഹൂ സെൻഡ് എ ടെലഗ്രാം ടു ആംബർലി? ഇനി ആംബർലിക്ക് ആരാണ് ടെലഗ്രാം അയച്ചത്? ദൂരെയുള്ള സ്ഥലത്തുള്ളൊരു പുരോഹിതൻ ഇയാളെ കാണണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെലഗ്രാം ഇയാൾക്ക് ലഭിക്കുന്നുണ്ട്. ആരാണ് അത് അയക്കുന്നത്? ആൻ ഏജൻറ്റ് ഓഫ് ഹോംസ് സെൻഡ് ടെലഗ്രാം ആസ് പെർ ഹിസ് ഇൻസ്ട്രക്ഷൻ. ഷെർലക് ഹോംസിൻ്റെ ഒരു ഏജൻറ്റാണ് ടെലഗ്രാം അയക്കുന്നത് ഷെർലക് ഹോംസിൻ്റെ നിർദ്ദേശപ്രകാരം. അങ്ങനെ ആംബർലി വീട്ടിലില്ലാത്ത സമയത്ത് അവിടെ തെളിവെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് എന്നുള്ള രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിൻറ്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ഹൗ ഷെർലക് ഹോംസ് ഇൻട്രൊഡ്യൂസസ് ദ കേസ് ഓഫ് ആംബർലി വിത്ത് ദ ഫ്രേസ് എ ട്രഷറസ് ഫ്രണ്ട് ആൻഡ് എ ഫിക്കിൾ വൈഫ്. ഈ കേസിനെ കുറിച്ചിട്ട് ഹോംസ് പറഞ്ഞു തുടങ്ങുന്നത് എ ട്രഷറസ് ഫ്രണ്ട് ആൻഡ് എ ഫിക്കിൾ വൈഫ്, അതായത് ഒരു ചതിയനായ സുഹൃത്തും ചഞ്ചലയായ ഭാര്യയും എന്നാണ്. ആ ഒരു ഫ്രേസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഹോംസ് ആസ്ക്ഡ് അബൌട്ട് വാട്സൺസ് ഒപ്പീനിയൻ ഓൺ ആംബർലി ഹു ഹാഡ് ജസ്റ്റ് ലെഫ്റ്റ് ദെയർ സ്റ്റഡി. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഇവരുടെ അടുത്തേക്ക് വന്ന് മടങ്ങിപ്പോകുന്ന ആംബർലിയാണ്. അപ്പോൾ ഈ മടങ്ങിപ്പോകുന്ന ആംബർലിയെ കുറിച്ചിട്ടുള്ള വാട്സൻ്റെ അഭിപ്രായം ഹോംസ് ചോദിക്കുന്നു. വെൻ വാട്സൺ ഡിസ്ക്രൈബ്സ് ആംബർലി ആസ് പത്തറ്റിക് ആൻഡ് ഫ്യൂച്ചൈൽ, ഹോംസ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ഹി ഹാഡ് അച്ചീവ്ഡ് എ ലോട്ട് ഇൻ ലൈഫ്. അപ്പോൾ വാട്സൺ പറയുന്ന ആളൊരു പരിതാപം പിടിച്ചിട്ടുള്ള ഒരാളാണ്, ഒരു തകർന്നു പോയിരിക്കുന്ന ആളാണെന്ന് പറയുന്ന സമയത്ത് ഹോംസ് പറയുന്നു വാസ്തവത്തിൽ അങ്ങനെയല്ല, അയാൾ ജീവിതത്തിൽ ഒരുപാട് നേടിയിട്ടുണ്ട്, ഒരു ബിസിനസ്സുകാരനാണ്, ഒരുപാട് സമ്പാദ്യമുണ്ട്, അയാളെക്കാൾ 20 വയസ്സ് കുറവുള്ളൊരു വൈഫാണ് ആൾക്കുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. He refers to the phrase to elucidate what led such a man to this stage. അപ്പോൾ അങ്ങനെയുള്ള വളരെ സന്തോഷകരമായിട്ട് ജീവിക്കേണ്ട ഒരാൾ എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫ്രേസ് പറയുന്നത്. കാരണം അയാളുടെ സുഹൃത്ത് ചതിച്ചു, അയാളുടെ ഭാര്യ ചതിച്ചു എന്നുള്ള രീതിയിൽ. ഇറ്റ് ഓൾസോ ഇംപ്ലൈസ് ദാറ്റ് സച്ച് കേസസ് ആർ കോമൺ ഒക്യൂറൻസസ്. പിന്നെ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള കേസുകൾ മുൻപും വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന കൂടിയാണ് ആ ഒരു ഫ്രേസ്. വാട്ട് ഡു യു തിങ്ക് ഈസ് ദ റിയൽ കോസ് ഓഫ് ദ മർഡർ? വാട്ട് ഈസ് ആംബർലീസ് വേർഷൻ? ഇനി ആ ഒരു കൊലപാതകത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്താണ് ആംബർലി അതിനെക്കുറിച്ച് പറയുന്നത്? ദ റിയൽ കോസ് ഓഫ് ദ മർഡർ ഈസ് ജെലസി ആൻഡ് ഡൗട്ട്. ഇതിൻ്റെ കാരണമായിട്ട് വരുന്നത് ജെലസി, അസൂയയാണ്. ഇയാൾക്ക് ഇയാളുടെ ഭാര്യയോടുള്ള അസൂയയും അതുപോലെ തന്നെ സംശയവുമാണ് ഈ കൊലപാതകത്തിൻ്റെ കാരണമായിട്ട് വരുന്നത്. ആംബർലി മർഡേർഡ് ഹിസ് വൈഫ് ആൻഡ് ഹെർ സപ്പോസ്ഡ് ലവർ. ആംബർലി സ്വന്തം ഭാര്യയെയും ഇനി ഭാര്യയുടെ കാമുകനാണ് എന്ന് അയാൾ കരുതിയ സുഹൃത്തിനെയുമാണ് വധിക്കുന്നത്. ഹിസ് വേർഷൻ ഓഫ് ദ സ്റ്റോറി ഈസ് ദാറ്റ് ദേ ഹാഡ് എലോപ്ഡ്. ഇനി ഇതിനെക്കുറിച്ചിട്ട് അയാൾ പറയുന്നത് അവർ അവിടുന്ന് ഒളിച്ചോടിപ്പോയി എന്നുള്ള രീതിയിലാണ്. There are 1 or 2 points of contact which I should wish to establish with Mr. Josiah Amberley. What are the plans Holmes created to trap Amberley? ഇനി ഈ കേസ് ലഭിച്ചതിൻ്റെ പിറ്റേ ദിവസം ഹോംസ് പറയുന്നതാണ് 1-2 കോണ്ടാക്റ്റ് ഇയാൾക്ക് നടത്താനുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട്. എന്താണ് ഹോംസിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്? ഹോംസ് പ്ലാൻസ് ടു സെൻഡ് വാട്സൺ ആൻഡ് ആംബർലി ഓൺ എ ഫോൾസ് ലീഡ് ടു ലിറ്റിൽ പെർലിംഗ്ടൺ. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരം ഉണ്ടെന്നുള്ള ഒരു തെറ്റായിട്ടുള്ള വിവരം കൊടുത്തുകൊണ്ട് ഇവരെ ദൂരെയുള്ളൊരു സ്ഥലത്തേക്ക് ഹോംസ് പറഞ്ഞയക്കുകയാണ്. ഇറ്റ് കീപ്സ് ആംബർലി ഒക്യുപ്പൈഡ് വൈൽ ഹി ഇൻവെസ്റ്റിഗേറ്റ്സ് ആംബർലീസ് ഹൗസ്.
ആംബർലിയുടെ വീട് ഈ ഹോംസ് തെളിവെടുപ്പ് നടത്തുന്ന സമയത്ത് അയാൾ അവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞുകൊണ്ട് അയാളെ ദൂരത്തേക്ക് പറഞ്ഞയക്കുന്നത്. ഹി സെൻസ് എ ടെലഗ്രാം ആസ്കിങ് ആംബർലി ടു വിസിറ്റ് എ വികാർ ഇൻ എ ഫാർ അവേ വില്ലേജ് ഫോർ ഇൻഫർമേഷൻ അബൌട്ട് ഹിസ് വൈഫ്. അതിന് വേണ്ടിയിട്ട് ഹോംസിൻ്റെ ഒരു ഏജൻറ്റിനെ കൊണ്ട് ഒരു ടെലഗ്രാം അയപ്പിക്കുകയാണ്. ഒരു ദൂരെയുള്ള സ്ഥലത്തുള്ള ഒരു വികാർ, ഒരു പുരോഹിതൻ്റെ അടുത്ത് ഇയാളുടെ ഭാര്യയെ കുറിച്ചിട്ടുള്ള വിവരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇയാളെ അങ്ങോട്ട് പറഞ്ഞയച്ചുകൊണ്ടാണ് ഹോംസ് അവിടെ സ്വസ്ഥമായിട്ട് തെളിവെടുപ്പ് നടത്തുന്നത്. വൈ ഡിഡ് ഹോംസ് സെൻഡ് വാട്സൺ ആൻഡ് ആംബർലി ടു ലിറ്റിൽ പേർലിംഗ്ടൺ? വാട്ട് വാസ് ഹിസ് പ്ലാൻ? ഇനി എന്തിനാണ് ഹോംസ് വാട്സനെയും ആംബർലിയെയും ഈ ദൂരെയുള്ള സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നത്? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ? നമ്മൾ നേരത്തെ ചോദ്യത്തിൻ്റെ ആവർത്തനം പോലെ തന്നെയാണ് ഈ ചോദ്യം ഉള്ളത്. ഹോംസ് സെൻഡ് ദം ടു കീപ്പ് ആംബർലി അവേ. ഇയാളെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. ഇറ്റ് അലൗഡ് ഹിം ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഹൗസ് വിത്തൗട്ട് ഇൻ്റർഫിയറൻസ്. തടസ്സങ്ങളില്ലാതെ ആ വീട്ടിൽ തെളിവെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇയാളെ പറഞ്ഞയക്കുന്നത്. ഹിസ് പ്ലാൻ വാസ് ടു ഡിസ്ട്രാക്ട് ആംബർലി വൈൽ ഹി സെർച്ച്ഡ് ഫോർ എവിഡൻസ്. ആ വീടിനകത്ത് തെളിവുകൾക്ക് വേണ്ടി തിരയുന്ന സമയത്ത് ആംബർലിയെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടെലഗ്രാം അയച്ചുകൊണ്ട് ഇയാളെ ദൂരെയുള്ള സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നത്. ഡിസ്ക്രൈബ് ഹോംസസ് ഒപ്പീനിയൻ അബൌട്ട് ആംബർലീസ് മെൻറ്റാലിറ്റി. ഇനി ഈ കേസ് തെളിയിച്ച സമയത്ത് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആംബർലിയുടെ ഒരു മെൻറ്റാലിറ്റിയെ കുറിച്ചിട്ട് ഹോംസ് പറയുന്നുണ്ട്. എന്താണ് അതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹോംസ് വ്യൂസ് ആംബർലി ആസ് എ ജെലസ് മൈസർ വിത്ത് എ സ്കീമിംഗ് മൈൻഡ്. ഒരു ജെലസ് അസൂയക്കാരനാണ്, കൂടാതെ മൈസർ ഒരു പിശുക്കനാണ്, കൂടാതെ സ്കീമിംഗ് മൈൻഡ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരാളാണ്. കാരണം അയാൾക്ക് ചെസ്സ് കളിക്കാനുള്ള കഴിവ് വെച്ചിട്ടാണ് ഹോംസ് ഈ ഒരു കാര്യം നിഗമിക്കുന്നത്. ഹോംസ് സെയ്സ് ഹി ഹാസ് ദ മൈൻഡ് ഓഫ് എൻ ഇറ്റാലിയൻ മിഡീവിയൽ മാൻ. ഇയാൾക്കൊരു ആധുനിക കാലത്തെ ആളുടെ മനസ്സല്ല, ഇറ്റാലിയൻ മിഡീവിയൽ മാൻ, അതായത് മധ്യകാലഘട്ടത്തിൽ ഇറ്റലിക്കാരൻ്റെ മനസ്സാണെന്നാണ് പറയുന്നത്. കാരണം ഈ വൈഫിനെ കുറിച്ചിട്ടുള്ള സംശയം, അതുപോലെ തന്നെ പ്രതികാരം തുടങ്ങിയിട്ടുള്ള ചിന്തകളാണ് ഇയാളുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഹോംസ് സജസ്റ്റ് ദാറ്റ് ഹിസ് ജെലസി മേഡ് ഹിം എ മാനിയാക്ക്. ഇനി അസൂയ വന്നിട്ട് അയാൾക്ക് ഭ്രാന്തായി പോയൊരവസ്ഥയിലാണ് അയാളുള്ളതെന്നാണ് ഹോംസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അയാളെ ജയിലിലേക്കാണോ അയക്കേണ്ടത് അതോ ഭ്രാന്താശുപത്രിയിലേക്കാണോ അയക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യവും ഹോംസ് ചോദിക്കുന്നുണ്ട്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, അനലൈസ് ഹൗ ഹോംസ് റീച്ച് ദ കൺക്ലൂഷൻ ദാറ്റ് ആംബർലി വാസ് ദ മർഡറർ. എങ്ങനെയാണ് ആംബർലി ആണ് ഈ കൊല നടത്തിയതെന്ന് ഹോംസ് കണ്ടെത്തുന്നത്. ഹോംസ് ഡിസ്കവേർഡ് ഇൻകൺസിസ്റ്റൻസീസ് ഇൻ ആംബർലീസ് alibi when he found that his seat at the Haymarket Theatre was unoccupied on the night in question. ഇനി ഇയാളുടെ അലിബായ്, അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇയാൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതിന് വേണ്ടി ഇയാൾ പറഞ്ഞിരുന്നത് ഇയാൾ തിയേറ്ററിൽ പോയിരിക്കുകയെന്നുള്ളതാണ്. പക്ഷേ തിയേറ്ററിൽ പരിശോധിച്ച സമയത്ത് ഇയാളുടെ ടിക്കറ്റ് നമ്പറിൽ അവിടെ ആൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. The strong smell of paint in Amberley's house led Holmes to realize it masked the odor of gas, suggesting foul play. ഇനി ഈ വൈഫിനെ കാണാതായ സമയത്ത് ഒരാൾ ഇരുന്ന് വീട് പെയിൻറ് ചെയ്യുക എന്ന് പറയുന്നതാണ് അവിടെ സംശയാസ്പദമായിട്ട് വരുന്ന അടുത്ത കാര്യം. ഹോംസ് മനസ്സിലാക്കുന്നു അവിടെ ഒരു സ്മെല്ല് മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ പെയിൻറ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ അവിടെ ഗ്യാസിൻ്റെ സ്മെല്ലാണ് ഈ മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ള കാര്യം ഹോംസ് കണ്ടെത്തുന്നു. Investigating further, Holmes found a gas pipe leading into Amberley's strong room, where he believed the murder occurred. അങ്ങനെ ഈ ഗ്യാസിൻ്റെ സ്രോതസ് അന്വേഷിച്ചിട്ടാണ് അവിടെ ഒരു ഗ്യാസ് പൈപ്പ് ഈ സ്ട്രോങ് റൂമിലേക്ക് പോകുന്നത് കാണുന്നത്. അങ്ങനെയാണ് അവിടെ ഈ ഗ്യാസ് ഉപയോഗിച്ചിട്ട് കൊല നടത്തിയിട്ടുള്ള കാര്യം ഹോംസ് കണ്ടെത്തുന്നത്. ഹോംസ് ഓൾസോ ഫൗണ്ട് ആൻ ഇൻകംപ്ലീറ്റ് നോട്ട് ലെഫ്റ്റ് ബിഹൈൻഡ് ബൈ വൺ ഓഫ് ദ വിക്ടിംസ്. കൂടാതെ ഒരു ഇൻകംപ്ലീറ്റ് നോട്ട്, എഴുതി പൂർത്തിയാക്കാൻ കഴിയാത്തൊരു നോട്ട് അവിടെ ആ മുറിക്കകത്ത് ഹോംസ് കണ്ടെത്തുന്നുണ്ട്. അതിനകത്ത് വി എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് വി വേർ മർഡേർഡ് എന്ന് എഴുതാനുള്ള ശ്രമമെന്നാണ് ഹോംസ് മനസ്സിലാക്കുന്നത്. The bodies were later discovered in a disused well in Amberley's garden, confirming Holmes's deduction. കൂടാതെ അവസാനം അവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കിണറിൽ നിന്നാണ് ഈ ഡെഡ് ബോഡീസ് കണ്ടെത്തുന്നത്. ഈ രീതിയിലാണ് ഹോംസ് ഇദ്ദേഹമാണ് കൊല നടത്തിയെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദി അഡ്വഞ്ചർ ഓഫ് ദി റിട്ടയർഡ് കളർമാൻ ആസ് എ ട്രഡീഷണൽ ഡിറ്റക്റ്റീവ് സ്റ്റോറി. ഈ കഥയെ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി എന്നുള്ള രീതിയിൽ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്.
The story follows the structure of a traditional detective narrative with a clear mystery, investigation and resolution. ഒരു സാധാരണ ഡിറ്റക്റ്റീവ് കഥയുടെ സ്ട്രക്ചർ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഒരു മിസ്റ്ററി, ഒരു നിഗൂഢത, ഇൻവെസ്റ്റിഗേഷൻ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആൻഡ് റെസൊല്യൂഷൻ, അവസാനം അതിനൊരു പരിഹാരം കണ്ടെത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ സ്റ്റോറിയിലുള്ളത്. Elements of a crime such as murder, betrayal and hidden motives are central to the plot. കൂടാതെ ഒരു ക്രൈം, ഒരു കൊലപാതകമുണ്ട്, അതുപോലെ തന്നെ ബിട്രയൽ, വിശ്വാസവഞ്ചന, ഇദ്ദേഹത്തിൻ്റെ വൈഫും സുഹൃത്തും ഇയാളെ വിട്ട് ഒളിച്ചോടിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിലുള്ള എലിമെൻറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഹിഡൻ മോട്ടീവ്സ്, ഇയാൾ ഈ പെയിൻറ് അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് ഹിഡൻ ആണ്. ആ രീതിയിലുള്ള എലിമെൻറ്റ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഹോംസ് യൂസസ് ഡിറ്റക്റ്റീവ് റീസണിങ് ആൻഡ് കീൻ ഒബ്സർവേഷൻ ടു സോൾവ് ദ കേസ്, ടിപ്പിക്കൽ ഓഫ് ട്രഡീഷണൽ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. കൂടാതെ കേസ് തെളിയിക്കാൻ വേണ്ടി ഷെർലക് ഹോംസ് ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ റീസണിങ്, യുക്തിചിന്തയും അതുപോലെ തന്നെ ഒബ്സർവേഷനും നിരീക്ഷണവുമാണ്. ഇതെല്ലാം ഡിറ്റക്റ്റീവ് സ്റ്റോറികളുമായിട്ട് ചേർന്ന് പോകുന്നതാണ്. There is a focus on clues, alibis and gradual unfolding of the truth. കൂടാതെ അവിടെ ക്ലൂസ് വരുന്നുണ്ട്. ഈ പെയിൻ്റ് അടിക്കുക എന്ന് പറയുന്ന ക്ലൂ, അതുപോലെ തന്നെ അലിബൈസ്, ഇദ്ദേഹം ഈ തിയേറ്ററിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട് പക്ഷേ പോയിട്ടില്ല എന്ന് കണ്ടെത്തുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറികളുടെ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. The involvement of another detective, Barker, adds a dynamic element often seen in traditional detective stories. കൂടാതെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഷെർലക് ഹോംസിന് കൂടാതെ മറ്റൊരു ഡിറ്റക്റ്റീവ് കൂടി അവിടെ ഉള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയുടെ സ്ട്രക്ചറുമായിട്ട് ചേർന്ന് പോകുന്നതെന്ന് കാണിക്കുന്നതാണ്. The story incorporates elements of suspense, misdirection and dramatic confrontation, characteristics of the genre. കൂടാതെ ഇതെല്ലാം സസ്പെൻസ്, മിസ്ഡയറക്ഷൻ, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, കൂടാതെ ഡ്രാമാറ്റിക് കൺഫ്രണ്ടേഷൻ, ഈ പിടിക്കപ്പെടുന്ന സമയത്ത് ഇയാൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, പിന്നെ ആ ബലമായിട്ട് അയാളെ പിടിച്ച് പോലീസിലേക്ക് കൊണ്ടുപോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കിതൊരു ട്രഡീഷണൽ ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണെന്ന് പറയാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.